സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾക്ക് അറിയായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ കാർ കില്ലറെന്നും പറഞ്ഞിട്ട് നമ്മളെ പിടിച്ച് ജയിലിലിട്ട് ഗൈസ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അല്ലെങ്കിൽ കാണാത്ത തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പം അന്ന് അവന്മാരെന്തുണ്ടായൊക്കെ വെച്ചാൽ ഞാനും ഷിൻജാനും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയി ബീച്ചിലോട്ട്. ട്രിപ്പ് എന്ന് പറയത്തില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയതാണ്. അപ്പം നമ്മളെ വണ്ടി ഫോർച്യൂണർ ആരോ പൊക്കിക്കൊണ്ടുപോയി ഗൈസ്. അപ്പം നമ്മൾ ഒരു GTR വാങ്ങിക്കാന്നുള്ള നിലയിൽ ഇങ്ങനെ ഷോറൂമിലോട്ട് വരുന്നു, കാർ ഷോറൂമിലോട്ട്. അപ്പം ആ വഴിക്ക് നമ്മളെ ഫോർച്യൂണർ ഒരു GTR ഫുട്പാത്തിൽ സെയിലിന് ഇട്ടിരിക്കണ കണ്ട് ഗൈസ്. അപ്പം നമ്മളത് മേടിച്ച് കൊടുന്നു തന്നെ നമുക്ക് പ്രശ്നമാണ് ഗൈസ്. ആ കാറ് കുറച്ച് NPCകളെ പോയി കില്ല് ചെയ്തിട്ട് നമ്മളെ കില്ല് ചെയ്തതെന്നും പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ പിടിച്ചു കൊടുന്ന് ജയിലിൽ കിട്ടും. ഇവന്മാരോട് അത്ര പ്രശ്നം ഗൈസ്. ഞാൻ പറയണ ഞാനല്ല കൊന്നതെന്ന്. എന്നിട്ട് ഇവന്മാർ നമ്മളെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുക ഗൈസ്. ഈ സാറെ ഞാനല്ല ശരിക്കും പറഞ്ഞാൽ കാറിൽ ഓടിച്ചത്, വേറെ ആരോ ഓടിച്ച്. ഞാനല്ല കാർ ശരിക്കും പറഞ്ഞാൽ ഓടിച്ചതാന്ന് രാത്രി. വെറുതെ നോണൊന്നും പറയാൻ നിൽക്കണ്ട, നമ്മൾ ഈ ജയിലിൽ നിന്ന് തന്നെ വിടണ പണിയില്ല. പക്ഷെ എന്താണ് എൻ്റെ സാറെ, ഞാനല്ല ഓടിച്ചേ. ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞൂടെ. നിനക്ക് കളവ് പറയേണ്ട ആവശ്യമോ? എനിക്ക് സത്യം പറഞ്ഞൂടെ. ഞാൻ നിങ്ങളോട് ഇപ്പൊ നിനക്ക് ഇത്ര നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? മുണ്ടാടെ അവിടെ നിന്നോ. അനക്കൊന്ന് ഫുഡ് കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്ന് നമുക്കറിയാം. മുണ്ടാടെ അവിടെ ഇരിക്കടേ. പക്ഷെ എന്ത് ചെയ്യാനാണ് ഗൈസ്. ചേട്ടൻ്റെ അവസ്ഥ ഒന്ന് ഇതെന്താ ചേട്ടൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി ചേട്ടാ. ഇവിടുന്ന് എങ്ങനെയല്ല എസ്കേപ്പ് ചെയ്യാനുള്ള വല്ല പ്രശ്നം ഉണ്ടോ? അല്ല എസ്കേപ്പ് ചെയ്യാനുള്ള വല്ല ഐഡിയ ഉണ്ടോ? എന്നാലും ചേട്ടൻ ഒന്ന് ആലോചിച്ചൊക്കെ. എന്താ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാലും മതി. നമ്മളതൊന്ന് വലുതാക്കിയിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കൊണ്ട്. ചെറിയൊരു ഐഡിയ ഉണ്ട്, പക്ഷെ നീ എന്തെനിക്ക് തരും? ചേട്ടപ്പ ജയിലിലല്ലേ. ജയിലിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ എസ്കേപ്പ് ആക്കാം. ചേട്ടനെ കൂടി അങ്ങനെ കൊണ്ടുപോകാൻ സഹായിക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. മോനൊന്ന് കുറച്ചു നേരം ഒന്നുകൊണ്ട് വായിക്ക്. ചേട്ടാ ഇയാൾക്ക് പാലേക്കാനും ടൈം വേണ. എന്തിപ്പോ ചെയ്യും ഗൈസ്. ചേട്ടൻ ആലോചിച്ച അവൻ പറയും. ഈ ഒരു ചെമ്മരി ഉണ്ടോ ഇവിടുത്തെ? ആ ചെമ്മരുണ്ട്. അതിന്റെ അടുത്തോട്ട് പോയേക്ക്. അപ്പൊ അവിടെ ഒരു ഡോറിന്റെ ഐക്കം വരും. അത് പിടിച്ച് കയറി പോവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. അപ്പൊ മനസ്സിലായി ചേട്ടാ. അപ്പൊ ചേട്ടനിന്റെ കൂടെ വന്നിട്ട് ഇമ്മ കൂടെ കയറി പോയിക്കൂടെ? വേണ്ട മോനെ, ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്നില്ല. എനിക്കിവിടെ 5 നേരം ഫുഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നുണ്ട്. വീട്ടിൽ പോയ ഫുഡ് തന്നെ കിട്ടാറില്ല. അത് ശരി, നല്ല ആളാല. മോൻ പോയിക്കോ മോനെ, ഞാൻ ആരോട് പറയില്ല. ചേട്ടാ വയ്യാത്ത കുട്ടികളെ പോലെ ഇരുന്നാ മതി ചേട്ടാ. അപ്പൊ ആരും ഒന്നും ചോദിക്കൂല. എവിടെ ഗൈസ്? അവിടെ പറ്റിച്ച അതാ വന്ന് ഗൈസ്. ഒരു വണ്ടിയുടെ ഡോറ് ഗൈസ്. ഇത് മറ്റേ പോലീസുകാരെ വണ്ടിയല്ലേ. ഇവന്മാരറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവാണ്. അവന്മാരറിയണ്ട. വേഗം വണ്ടി എടുത്തിട്ട് പോവുക ഗൈസ്. വീട്ടിൽ എന്തായാണാവോ? ഷിൻജാനൊക്കെ എന്താണാവോ? ഷിൻജാൻ വീട്ടിലോട്ട് മിക്കവാറും പോയിട്ടുണ്ടാവും ഗൈസ്. ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഞാൻ ബീച്ചിൽ പോയി വന്നിട്ട് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആ സമയത്തല്ലേ നമ്മളെ പോലീസൊക്കെ പിടിച്ചത്. ചിലപ്പോൾ ഓൻ പോവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ വീട്ടിൽ പോയി നോക്കി നോക്കാം. ഷിൻജാൻ മിക്കവാറും പോയിട്ടുണ്ടാവും. ഓൻ ചിലപ്പോൾ നമ്മളോട് പറയാറൊക്കെ ഉണ്ട്. ഇനി ചിലപ്പോൾ പോയിട്ടുണ്ടാവോന്ന് എനിക്കറിയില്ല. നമുക്ക് നേരെ വീട്ടിൽ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇവിടെ ഉണ്ടാണാവോ ഷിൻജാന്. കണ്ട ഗൈസ്, നമ്മൾ പോലീസ് വണ്ടിയിലൊക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. ഷിൻജാൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്ന് അവനക്ക് വിളിച്ചു നോക്കട്ടെ. വിളിച്ചു നോക്കിയിട്ട് അവൻ എവിടെ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. സോ ഗൈസ്, നമ്മളെ ഷിൻജാന് നമ്മളെ പറ്റിച്ചിട്ട് പോയി ഗൈസ് ഇവിടുന്ന്. ഓന് ഞാൻ ഇപ്പോൾ വിളിച്ചൊക്കെ പോകുമ്പോൾ പറയണ് ആ കാറ് കാരണം അവനക്ക് ഇവിടെ നിൽക്കാൻ പേടിയായതുകൊണ്ട് ഓൻ നമ്മളോടൊന്നും പറയാണ്ട് പോയി തറേ. അല്ല ഇപ്പൊ പറഞ്ഞ പോലെ ഓൻ പോവാണെന്നുണ്ടെ പോട്ടെ. ചെറിയ കുട്ടിയില്ലേ ഗൈസ്. ഓൻ അവിടെ നിന്നാൽ ചിലപ്പോൾ കാറ് വല്ല അറ്റാക്ക് ചെയ്യുമോ വിചാരിച്ചിട്ടായിരുന്നു നിന്റെ പേടി. ഞാൻ കൊണ്ട ജയിലിൽ നിന്ന് പോകുന്നത്. ബട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളെ കാറ് കാണുന്നില്ല. കാർ എന്ത് ചെയ്യണാവോ കേട്ടോ. എനിക്ക് ഇവിടെ കാണുന്നില്ല, ഒന്നുമില്ല. ഷടാ, കാർ ഇപ്പൊ ഏത് വായലാണോ പോയി കിടക്കണത്? കൊറേ നേരം ഇങ്ങനെ ഓടി ഓടി പോണത്. ഒരാളോട് ഫുഡ് കഴിക്കാൻ ഒരു പൈസ വെച്ചിട്ട് അവന്മാര് തരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ജാടയാണ്. ഒരു ഫുഡ് കഴിക്കാൻ 10 രൂപ ചോദിച്ചാൽ പോലെ അവന്മാര് തരൂല. ഇതെന്താ ഇവിടെ ഒരു വണ്ടി അടിച്ചു കിടക്കണ്? ഇതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടാണാവോ? അപ്പൊ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ഒരു പൈസ ചോദിച്ചു നോക്കട്ടെ.
അല്ല ചേട്ടാ, ഇതിനുള്ളിൽ ആരുമില്ലല്ലോ. ഈ വണ്ടി സ്റ്റാർട്ടായി കിടക്കുന്നു, ഓണായി കിടക്കുന്നുണ്ടല്ലോ. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കയറി നോക്കട്ടെ. ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു സൂപ്പർ കാറൊക്കെ സ്റ്റാർട്ടാക്കി ഇട്ടിട്ട് എന്റെ മുന്നിൽ കിട്ടണേ. എന്റെ മോനെ, നമ്മള് ആദ്യമായിട്ട് സൂപ്പർ കാറിൽ കയറിട്ടാ. സ്റ്റിയറിംഗ് ഒക്കെ വേറെ ലെവല്. മെല്ലന്റെ റിവേഴ്സ് എടുത്ത് നോക്കാം. വണ്ടിയൊക്കെ ഓടിക്കാൻ അല്ലെങ്കിൽ അറിയാം. ഇതെന്താണ് ഗൈസ് ഇതിന്റെ ഡോറ്? ഇതെന്താണ് ഇതിന്റെ ഡോർ ഇങ്ങനെ തുറന്നു തരണേ? വാട്ട്? ഇതിന്റെ ബാക്ക് വെറുതെ പോണ റിവേഴ്സ്. നമുക്കെന്തല്ലേ വണ്ടി ഒന്ന് എടുത്ത് ഓടിച്ചു വെക്കാം. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സൂപ്പർ കാർ ഓടിക്കണത്. കൊറേ കാലമായില്ലെങ്കിൽ വണ്ടിയൊക്കെ ഓടിച്ചിട്ട്. അയ്യോ, ഇതിന്റെ ബ്രേക്ക് അവിടെ. ബ്രേക്ക് അവിടെ, മാറിക്ക ചേച്ചി. ഇതെന്താണ് ഇതിന്റെ ബ്രേക്ക് അവിടെ? അയ്യോ, ഇതിന് ചാടി ഇറങ്ങ. ഡോറൊക്കെ ലോക്കായല്ല. എടാ, ഡോറൊക്കെ പൊളിഞ്ഞി. ചാടി ഇറങ്ങ അതല്ലേ. അയ്യോ എടാ, ബ്രേക്ക് ചാടി ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. ചാടി ഇറങ്ങിക്കോ. അയ്യോ, എന്തുവാണിത്? ഈ വണ്ടി എന്തെങ്ങനെ? ഏതോ പ്രേതവാദമുള്ള വണ്ടിയാണെന്ന് തോന്നുന്നത്. പ്രേതവാദമുള്ള വണ്ടി ഏതോ. എനിക്ക് വഴി വണ്ടി ഓടിക്കാനി. ഞാൻ പോവാ ഇവിടുന്ന്. എനിക്ക് വേണ്ട, എനിക്ക് വണ്ടിയും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഞാനോടി പോവാ ഇവിടുന്ന്. ചേടാ, എന്റെ ജീട്ടുകാരോടെ അവിടെ കാണാനുമില്ല. അതെന്താ അവിടുന്ന് ഇടിക്കണ അച്ച വിളിക്കണ്? അതെന്താ ഗൈസ് അവിടെ ഒരു ഇടിക്കണ സൗണ്ട് കേട്ടത്? നമുക്ക് എന്തല്ലേ അവിടെ നിന്ന് പോയി നോക്കട്ടെ. അതെന്താണ് അവിടെ ഇടിക്കണ സൗണ്ടൊക്കെ കേട്ടിരുന്നില്ല? ആരാണ് ഇപ്പൊ ഇങ്ങനൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഇടിക്കണ്? ഞാൻ എന്തായാലേ പോയോക്കട്ടെ. അല്ല, ചാടി നോക്കി നോക്കാം. ഇവിടുന്ന് ചാടിയിട്ട് നോക്കാം, അതാണ് നല്ലത്. അയ്യോ, ഒന്നും പറ്റിയില്ല. എന്താണ് ഗൈസ് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നത്? ചേടാ, എനിക്ക് കാണാനും പറ്റുന്നില്ല. എവിടെ ഗൈസ്? ഇതല്ലേ മറ്റേ എടാ പ്രേതവാദമുള്ള വണ്ടി, ആ GTR. ഇതെങ്ങനെ ഇവിടെ എത്തിയത് ഗൈസ്? ഈ വണ്ടി എന്തോ സീനുണ്ട് കേട്ടോ. നമുക്ക് ഈ വണ്ടി എങ്ങനെയാലും ഇവിടുന്ന് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഈ വണ്ടി വേറെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കിയിട്ട് ഇന്നെ പോലീസ് വീണ്ടും വന്ന് പിടിക്കും. എന്തുവാണ് ഗൈസ് ഈ വണ്ടി ഇങ്ങനൊക്കെ സീൻ ഉണ്ടാക്കുന്നത്? എന്തായാലും ഈ വണ്ടി എങ്ങനെയല്ലോ ഒഴിവാക്കാൻ നോക്കട്ടെ. അല്ലെങ്കിൽ പോലീസുകാർ പിന്നെ എന്റെ പിന്നാലെ വന്നിട്ട് വീണ്ടും എന്നെ പിടിച്ച് ജയിലിലേക്ക് ഇടും. അപ്പൊ അവരെ മുന്നിൽ തന്നെ പോയിട്ട് നമുക്കിത് കത്തിക്കാം. ഓക്കെ, എങ്ങനെ ഗൈസ്? നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അവന്മാരെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് കത്തിച്ച് കളയാം. സാറേ, ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. എടാടാ സാറേ, ഇതാ വന്നിരിക്കണ അവൻ ജയിലിൽ ചാടി പോയവനി. ഇറങ്ങണ വണ്ടിന്ന്. എന്താ സാറേ, ഞാൻ ഈ വണ്ടി നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെ കത്തിക്കാൻ വന്നതാ. കത്തികളൊക്കെ അവിടെ നിക്കട്ടെ. നിന്നോട് ആറാ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറഞ്ഞേ? പിന്നെ സാറേ, ഈ വണ്ടി പ്രേതവാദമുള്ള വണ്ടിയാണ് സാറേ. ഞാൻ ഈ വണ്ടിയിൽ നിന്നിട്ട് ഒരാളെയും കൊന്നിട്ടില്ല. ഡാ, നീ നുണ പറയരുത്. ഇപ്പൊ അതാ ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. ഒരു പച്ച ഈ കാർ തന്നെ നീ തന്നെ ഓടിച്ചു വന്നിട്ട് ഒരു കുട്ടീനെ ഇടിച്ചിട്ട്. ഇടിച്ചിടേ? എന്റെ പൊന്നു സാറേ, ഞാനിപ്പണ്ട് ഈ വണ്ടി എടുക്കണുള്ള. ഞാൻ ഇത്ര നേരം എന്റെ വീട്ടിലിരുന്ന്. എടാ, കൂടുതലൊന്നും ചിലക്കണ്ട. നിന്നെ ഞങ്ങൾ ശരിയാക്കരണ്ടി. എന്റെ പൊന്നു സാറേ, ഈ വണ്ടിയുള്ളതല്ലേ പ്രശ്നം. ചെയ്യാത്ത കാര്യത്തിന് വെറുതെ കുറ്റുണ്ടാക്കണം എന്തിനാ സാറേ? ഞാൻ ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് തന്നെ കത്തിച്ച് കാണിച്ചു തരാം. എന്തുവാ സാറേ നിങ്ങളൊക്കെ ഇങ്ങനെ? പിന്നെ ഗൈസ്, നമ്മൾ വണ്ടി അവിടേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഞാൻ വണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് കത്തിക്കാം. ഇവന്മാരെ കോണ കണ്ട് കഴിയട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? സാറേ, ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വണ്ടി കത്തിക്കണടാ. ജയിലിൽ കറാകത്ത്. എന്താ സാറേ, ആ പ്രേതം പിടിച്ച കാർ കത്തിച്ചതിനാണ് നിങ്ങളെ പ്രശ്നം. അതൊരു കുരുത്തം കെട്ട കാറാണ്. അതില് പ്രേതമുണ്ട്. ഞാനാ കൊന്നതാണ്ട് നിങ്ങൾ വെറുതെ കേസ് ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. എടാ, ചിലക്കാണ്ട് ജയിലിൽ കയറാ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പിടിച്ചെന്നെ ജയിലിലേക്ക് ഇടൂട്ടാ. എന്താ സാറേ, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് ഇന്നെ വെറുതെ വന്ന് അടിക്കണ്? എടേ, ഇവിടെ നിക്കണ സേഫ് അല്ല ഗൈസ്. ഇവിടുന്ന് എങ്ങനെ ഓടി എസ്കേപ്പ് ആവാ? ഇവന്മാര് വെറുതെ വന്ന് നമ്മളടിക്കണ്. എന്തുവാ സാറേ പ്രശ്നം? പറയ്. പ്രശ്നം പറ. നീ ആറാ ഇവിടുത്തെ ഗുണ്ടേ? അയ്യോ സാറേ, വെറുതെ വിട് സാറേ. എന്താണ്